സന്യാസി ശ്രേഷ്ഠർ നേതൃത്വം നൽകുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഒക്ടോബർ 7-ന് കാസർഗോഡ് നിന്ന് തുടക്കമാകും. ഒക്ടോബർ 7 മുതൽ 21 വരെയാണ് ധർമ്മ സന്ദേശ യാത്ര. യാത്രയുടെ ഭാഗമായി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗൃഹസമ്പർക്ക പരിപാടി നടന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ധർമ്മസന്ദേശ യാത്ര സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 7 മുതൽ 21 വരെയാണ് ധർമ്മസന്ദേശ യാത്ര. ഒക്ടോബർ 9-നാണ് യാത്ര കോഴിക്കോട് എത്തിച്ചേരുക. യാത്രയുടെ ഭാഗമായ ഗൃഹസമ്പർക്ക പരിപാടി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പുതിയാപ്പയിൽ വെച്ച് നടന്നു. സന്യാസി ശ്രേഷ്ഠന്മാർ സമൂഹത്തിലിറങ്ങി ബോധവൽക്കരണം നടത്തുക എന്നതാണ് ധർമ്മസന്ദേശ യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. നമുക്ക് ഇതുവരെയും രാമായണം മഹാഭാരതം ഒന്നും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഇതെല്ലാം വിദേശ രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശരിയായിട്ട് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്: എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ ലിവിങ്. അപ്പം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം രണ്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പോയാൽ അവർ പഠിപ്പിക്കുന്നത് ഉപജീവനമാണ്. ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവുകളാണ് അവർക്ക് കിട്ടുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, അല്ലെങ്കിൽ മാത്സ്, സോഷ്യൽ സ്റ്റഡീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കുമായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം വരുമ്പം ഈ കെമിസ്ട്രിയും മാത്സും സോഷ്യോളജി ഇതൊന്നും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് കോഴിക്കോട് മഹാനഗർ ജില്ലാ അധ്യക്ഷൻ NK സജിത്, സെക്രട്ടറി ജയരാജ് മലയിൽ എന്നിവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.